Oh guys, welcome back to our new video. ഞങ്ങൾ സൺഡേ ഈവനിങ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒരു അൺപ്ലാൻഡ് ട്രിപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പൊന്നുമല്ല, ചുമ്മാ ഒരു ഔട്ടിങ്. അപ്പം നിങ്ങളെയും കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഷാർജയുടെ തെരുവേദികളിൽ കൂടി ഞാൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ക്യാമറ പ്രോപ്പറല്ല, ഒന്ന് വൈപ്പ് ചെയ്യാം. ഇത് ഷാർജ അൽനബ ഏരിയ ആണ്. ഞങ്ങളിങ്ങനെ റോഡിൽ കൂടി അജ്മാനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവലല്ല. ഓക്കെ, എൻ്റെ കെട്ടിയാണ് പരാതി, ആ പുള്ളിയെ കാണിച്ചില്ല എന്ന്. കണ്ടില്ലേ, വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ എൻ്റെ കെട്ടിയാൻ മിസ്റ്റർ ലെജിൻ പേ ലജി. എടുക്കാം, നമുക്ക് ഷോർട്ട്ലി എടുക്കാം. കണ്ടില്ലേ, എന്നെ കുറ്റം പറയാൻ വേണ്ടിയാണ് പുള്ളിയുടെ വീഡിയോ എടുത്തില്ലത്. വലിയ അത്യാവശ്യമൊന്നുമില്ല, നിങ്ങൾ തന്നെ ഇരിക്കണാണ് എൻ്റെ. ഇതാണ് ഷാർജ ഹീര കോർണിഷ്. ദൂരതയിൽ കാണുന്ന ഇരുട്ട്, അല്ലാത്ത സമയത്ത് ഞാൻ കൊണ്ടുപോകാം. ഇന്നിപ്പം ഞങ്ങള് ആയതുകൊണ്ട് കോർണിഷ് റൂട്ട് പിടിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ആൻഡ് ഫാമിലിയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ല രേഖയുള്ളൊരു വീഴ്ചയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ പണിയും കൂടി ഇല്ലാത്ത പത്ത് അവിടെ ഇരുന്ന് തിരയണം. ഏറ്റവും കൂടുതൽ ടെൻഷൻ കൂടുതൽ എൻ്റെ കെട്ടിയും വന്ന് ഇവിടെ ഇരുന്ന് കുറെ തിരയണ്ണി നടക്കാതെ കുറെ സ്വപ്നങ്ങളൊക്കെ നിന്ന് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് ചിക്കലിൽപ്പെട്ടിരിക്കുകയാണ്. ട്രഡീഷണൽ ബിൽഡിങ്ങിന്റെ ട്രിപ്ലിക്കയിൽ പണിതിരിക്കുന്നത് ഹോട്ടൽ ഷെർട്ടൺ. ഇത് അജ്മാൻ ഷാർജ ബോർഡറിലുള്ള ഒരു ഷെർട്ടൺ ഹോട്ടലാണ്. പക്ഷേ സംഭവം കാണാൻ കിടുവായിട്ടാണ്. ഇതൊരകത്ത് കയറിയിട്ടില്ല, വേറെ സൈഡിൽ കൂടെ ഏതോ ഒരു പടകൂറ്റം വണ്ടി പോകുന്നു. ക്രൂസറാണ്, പെട്രോൾ, നിസാൻ പെട്രോൾ. അവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്ത് വേറെ റൂട്ട് എടുത്തിരിക്കുകയാണ്. കാരണം ആ റൂട്ട് ഫുള്ള് ട്രാഫിക്കിൻ്റെ അല്ല, സിഗ്നലാണ്. കാരണം ഇത് കോർണിഷ് റോഡായതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിങ്ങിന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ആ ഫ്രണ്ട് ആൻഡ് ഫാമിലി എത്തി. അതാണ് മിസ്റ്റർ അഖിൽ ആൻഡ് ആഷ്മിൻ, ചെറിയെന്ന് വിളിക്കും. ഇങ്ങനെ എനിക്കൊരു ചാനലുണ്ടെന്ന് കണ്ട് ഞെട്ടിയിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഈ ഭാഗങ്ങളിൽ വീഡിയോയുടെ ഓഡിയോ മ്യൂട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം ഇവരുടെ എന്താ പറയുക, ബാല്യകാല ലീലാവിലാസങ്ങളും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് ഞാനിവിടെ മ്യൂട്ട് ചെയ്യുവാണ്. കാരണം അവർ പറഞ്ഞ് മ്യൂട്ട് ചെയ്തിട്ടേ ഇടാവുള്ളൂ, എല്ലാവരും ഇപ്പോൾ കേൾപ്പിക്കണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്തി. അപ്പോൾ ആ ഭാഗങ്ങളിൽ വന്ന പുതിയ ഷോപ്സും ഷോറൂംസും ഒക്കെയാണ് ഈ ഇടയ്ക്ക് വന്ന ഡെവലപ്മെൻറ്റ്സിനെ പറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫെസ്റ്റിവൽ ലാൻഡ് എത്തി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർക്ക് ചെയ്ത് ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്, 5 dirhamsന്റെ. അത് ഉള്ളിലേക്ക് കയറുന്ന ഭാഗങ്ങളാണ്. ഇതോ എന്നെ ഇതിൻ്റെ കയറി വരാൻ നല്ല രസം കേട്ടോ അത് കാണാൻ. രണ്ട് സൈഡിലായിട്ട് ഇവിടെ സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ചുമ്മാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഒരു ഈവനിങ് പോകാൻ പറ്റിയൊരു സ്ഥലം. വേറെ എങ്ങനെയാന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കളിക്കാനുള്ള സാധനങ്ങളും ടോയ്സും പിന്നെ എന്താ പറയുക റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കളിക്കാൻ. പിന്നെ വേറെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെറ്റ് സ്റ്റേഷൻ പോലെ കാണും. പെറ്റ് സ്റ്റേഷനല്ല, അവിടെ പെറ്റ്സിനെ വിൽക്കാനിരിക്കുന്നതാണത്. അങ്ങനെ അവർ രണ്ടുപേരുടെ പക്ഷികളെ പറ്റിയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അകത്തെടുത്ത് വെക്കുമായിരിക്കും. അത് ഇതല്ലേ വിഷയമുള്ളതല്ലേ.
ഇതാണ് ലൊക്കിമത്ത് കിട്ടുന്ന കട. വൺ ഓഫ് ദ അറബ് സ്വീറ്റ്സ് പെട്ടതാണത്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഷോപ്സും ഒക്കെ ഉണ്ട്. രസമുണ്ട്, പിള്ളേരെ കൊണ്ട് വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യാം. ഇതിനകത്തൊന്ന് കയറാം. അങ്ങോട്ട് നല്ല പ്ലേ ഏരിയ ആണ് പിള്ളേർക്ക് കളിക്കാൻ ഓരോന്ന്. ഇവിടെ സ്റ്റേജ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. اللي بعني براحته كان بتاع عالم او باشا سيبع على غريب عنا في الشغل شغلة كويس يا سلام في الشغل അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയേക്കാന്ന് വെച്ചു. ജസ്റ്റ് നമുക്കൊരു 1 or 2 hours സ്പെൻഡ് ചെയ്യാം. ഒരു ഫുൾ റിലാക്സേഷൻ മൂഡിൽ പോകാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഒന്ന് റിലാക്സായി. പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങളും പതുക്കെ